എന്ത് നിയ്യത്ത് വേണമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ പഠിച്ചവൻക്കറിയാം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണമെന്ന്. പിന്നെ നിയ്യത്തൊക്കെ ആവശ്യം എന്തിനും നമ്മൾ അള്ളാഹ്ക്ക് അറിയാം. ഇന്നലെയും ഉഖ്റവിയായ മനപ്രയാസങ്ങൾ തീർന്നു കിട്ടണം. അതിനാ വന്നത്. അത് ഇവിടുന്ന് കിട്ടിയിട്ട് ഇവിടെ പോയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഷക്കീറ എവിടേക്കാ പോണേ യാത്ര? വാണിന്നൂർ. എന്താ പരിപാടി? 27ാമത് പ്രാർത്ഥനാ സമ്മേളനം. ആരാ നേതൃത്വം? വെന്നൂര്. ഒരുപാട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. വലിയ പരിപാടിയാണ്. രാത്രി ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തും. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഫുഡൊക്കെ ഉണ്ട്. ആരെങ്ങൾ തന്നെ ഭക്ഷണം സ്പോൺസറാ. ഇൻഷാ അല്ലാഹ്. എന്ത് നിയ്യത്ത് വേണമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ പഠിച്ചവൻക്കറിയാം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണമെന്ന്. പിന്നെ നിയ്യത്തൊക്കെ ആവശ്യം എന്തിനും നമ്മൾ അള്ളാഹ്ക്ക് അറിയാം. ഓ നാളെ നോമ്പ് എടുക്കാൻ മനസ്സോട് കരുതിക്കുന്നത്. പിന്നെ നമ്മൾ നിയ്യത്ത് ഫർളാണ്. സ്കാറ്റിന് ഫർളാണ്, നോബലിക്ക് ഫർളാണ്, ഉംറയാണെങ്കിൽ ഇഹ്റാം കെട്ടൽ ഫർളാണ്, ഹജ്ജാണെങ്കിൽ ഇഹ്റാം കെട്ടൽ ഫർളാണ്. എന്തിനും നിയ്യത്ത് വേണം. നമ്മളെ പല അമലുകളും സ്വീകരിക്കാതെ പോകാൻ കാരണം നമ്മൾ കുറെ നിലങ്ങളൂടെ ചെല്ലി പറഞ്ഞു ദ്വാർക്കും അതിന് കരുത്തും കാതലും നീയത്തും ഉണ്ടാവില്ല. നല്ല നീയത്തോടു കൂടി ഈ സദസ്സിൽ വന്നിരിക്കും. ഈ സദസ്സിൽ നിങ്ങൾ എന്തിനു വേണ്ടി വന്നോ അത് റബ്ബിൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ട് ഇവിടുന്ന് പോകാവൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിലേക്ക് എന്തിനു വേണ്ടി നമ്മൾ വന്നു? എന്തിനു വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു? ഗാനമേള കാണാനാണോ? അല്ല. കലോത്സവം കാണാനാണോ? അല്ല. ആനെ കാണാനോ? അല്ല. ശിങ്കാരിമേള കാണാനോ? അല്ല. കച്ചവടക്കാരെ കാണാനോ? അല്ല. ഒന്നുമല്ല. പിന്നെ എന്തിനു വന്നു? എന്റെ ദുന്യവിയും ഉഖ്റവിയുമായ മനപ്രയാസങ്ങൾ എനിക്ക് തീർന്നു കിട്ടണം. അല്ലേ? ദുന്യവിയും ഉഖ്റവിയായ മനപ്രയാസങ്ങൾ തീർന്നു കിട്ടണം. അതിനാ വന്നത്. അത് ഇവിടുന്ന് കിട്ടിയിട്ട് ഇവിടെ പോയാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും പ്രഭാഷകരൊക്കെ ഇവിടെ എത്തും. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ദർസിന്റെ രണ്ടാമത് പ്രമുഖ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഫൈസൽ അൽ മദനി ഉസ്താദ് അവരുടെ ആദരപുരസ്സരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയിൽ 27ാം രാവിന്റെ ഈ രാത്രിയിൽ ലൈലത്തുൽ ഖദറാണ്. ഒരു സാഴത്ത് പോലും, ഒരു മണിക്കൂർ പോലും, ഒരു ലഹദത്ത് പോലും, ഒരു സെക്കൻഡ് പോലും ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തായ രാത്രിയിൽ മഹാനായ ഉസ്താദ് അവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എവിടെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് കൂടി റാഹത്തായി തൗബ ചെയ്യാനോ ദുആ ചെയ്യാനോ ദിക്ർ ചൊല്ലാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ മഹത്തായ രാത്രി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഈ മഹത്തായ രാത്രി ഹയാത്താക്കുക. അൽ അഅമാലു സുബറുൻ ഖായിമ ലാ റൂഹ ഫീഹാ. അൽ അഅമാലു നമ്മുടെ എല്ലാ അമലുകളും, ആ അമല് എന്ന് പറയുമ്പോൾ അസ്സലവാത്തുൽ ഖംസ് 5 വക്ത് നിസ്കാരം, വസ്സലവാത്തുൻ നവാഫിലു
അതുപോലെ റവാത്തിബ് നിസ്കാരമായ സുന്നത്ത് നിസ്കാരം, അതുപോലെ റവാത്തിബുൻ നവാഫിലുൽ ജമീഅ്, ആ റവാത്തിബ് അല്ലാത്ത വിത്ർ നിസ്കാരം, അതുപോലെ ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ രൂപം മാത്രമാണ്. അതുകൊണ്ട് അമലുകൾക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ബുഖാരി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോ മറച്ചാളി അപ്പോൾ എന്നെ മനസ്സിലായില്ല കേട്ടോ. എന്നെ അവനെ കണ്ടിട്ട് ഞാൻ എല്ലാവരും തിരക്കിലാണെങ്കിൽ എത്ര ഉണ്ട്? രണ്ടിൻ്റെ ഉണ്ടോ? മാഷാ അടിപൊളി ചോറാണ്. നമ്മളെ ആളാണിത്, നിൽക്കാണിത്. ആ രണ്ടിൻ്റെ ഉണ്ടല്ലേ? 1000 ആൾക്കാർക്കാണ് ഞങ്ങൾ ചോറ് ഒരുക്കിയത്. 12 മണിയാകുമ്പോൾ കൊടുക്കും. അപ്പോൾ എത്ര മണിക്ക് പരിപാടി കഴിയാം? ഏകദേശം 1 മണിയാകുമ്പോൾ കഴിയും. കഴിയൂല, ആയിക്കോട്ടെ.